കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 103 അതിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒരു ആലങ്കാരികമായിട്ടും ഒരു ഉപമാന പ്രയോഗമായ എന്ന രീതിയിൽ ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മോട് ദൈവം കരുണ കാണിക്കുന്നത്, അതിൻ്റെ ആഴം എന്താണ് എന്നുള്ളത് ഒരു ചെറിയ ഉപമാന പ്രയോഗത്തിലൂടെ സങ്കീർത്തനക്കാരൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു തലമാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, ഇല്ലെങ്കിൽ അമ്മയപ്പന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം. അത് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബന്ധമാണ്, അല്ലേ? ആ ബന്ധത്തോട് കിടപിടിക്കുന്ന, അല്ലെങ്കിൽ ആ ബന്ധത്തോട് താരതമ്യം പറയാൻ കഴിയുന്ന ഒരു കണക്ഷനുമായിട്ടാണ് ഈ വാക്യത്തെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. അപ്പം അപ്പൻ എങ്ങനെയാണ് മക്കളോട് കരുണ തോന്നുന്നത്? ഈ ലോകത്തിലെ സകല അപ്പന്മാർക്കുമുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്ന, അവരുടെ മക്കളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സ്തോത്രം എന്തുവാ, അവരുടെ സ്ട്രിക്ട്നെസ്, അല്ലെങ്കിൽ അവരുടെ അധികാരം, അവരുടെ ശക്തി, അവരുടെ കഴിവ്, അവരുടെ ബുദ്ധി, അവരുടെ ധൈര്യം, സ്തോത്രം, അങ്ങനെയൊക്കെ പല മേഖലകളുണ്ടല്ലേ. അതെല്ലാം മക്കളുടെ മുൻപിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് താഴുവാൻ തക്കവണ്ണം ഇടയാകും. ഇനി മാത്രമല്ല, മക്കളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഈ തലമുറയിലെല്ലാം പാപവും സ്തോത്രം ദോഷവും ഒക്കെ ചലിക്കുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുക. അനുസരണക്കേടിൻ്റെ ആത്മാവ്, ഇതൊക്കെ ചലിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ എത്ര തന്നെ തെറ്റ് കാണിച്ചാലും, എത്ര തന്നെ ദോഷം കാണിച്ചാലും, എത്ര തന്നെ സ്തോത്രം അവരനുസരണക്കേട് കാണിച്ചാലും, തിരുവചനം പറയുന്നത് പോലെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പന് മക്കളോട് കരുണ തോന്നും. എത്ര അവർ അകന്നുപോയാലും അവരെ തിരിച്ച് അപ്പനിലേക്ക് അടുപ്പിക്കാൻ തക്കവണ്ണമുള്ള രീതിയിലുള്ള ശ്രമവും താല്പര്യവും ഒക്കെയും വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ ഇറങ്ങി പറയാം. ഒരുപക്ഷെ കുടുംബത്തിന് ദോഷക്കാരനായിരിക്കാം, കുടുംബത്തിന് ദോഷം ചെയ്യുന്നൊരു തലമുറയായിരിക്കും. എങ്കിലും അവർക്കൊരു പ്രയാസം നേരിട്ടാൽ, അവർക്കൊരു ദോഷം നേരിട്ടാൽ, അവർക്കൊരു ക്ലേശം വന്നു കഴിഞ്ഞാൽ ഒരപ്പനും സഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അതിനേക്കാൾ എത്രയോ വലിപ്പമുള്ള രീതിയിൽ ദൈവത്തെ പറയുന്നുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മുടെ ദൈവത്തിന് നമ്മോട്, തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പം അപ്പന് മക്കളോടാണ് കരുണ തോന്നുന്നത്, എന്നാൽ ദൈവത്തിന് കരുണ തോന്നുന്നത് മക്കളോടല്ല. ദൈവത്തിന് കരുണ തോന്നുന്നത് ദൈവത്തിൻ്റെ ഭക്തന്മാരോടാണ് എന്നാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയും, ഏത് വിഷയം നമ്മൾ ദൈവസന്നിധി വെച്ചാലും, ഏത് വിഷയം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും, ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം നമുക്കായി ചലിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം നമുക്കായി ചലിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നമുക്കായി ചലിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അങ്ങനെ ഭക്തിയോടെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായി വെളിപ്പെടും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായി ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങൾ തരുന്ന കർത്താവിൻ്റെ വലിയ മഹത്വം ഈ ദിവസങ്ങളിൽ പിന്നെയും പരിശുദ്ധാത്മാവാൻ ദൈവം കൽപ്പിച്ച് വിടുതലായി, നന്മയായി, അനുഗ്രഹമായി, ആശ്വാസമായി, ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു വരുവാൻ സ്വർഗമിടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.